Hello dears, welcome back to Egan Learning. This is SJ from Egan. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലായിരിക്കില്ലേ? നമ്മുടെ കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് നിങ്ങൾ എല്ലാവരും വാങ്ങില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി കെമിസ്ട്രിയിൽ ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നേരെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസിന് തന്നെ സെയിം ആൻസേഴ്സ് വരുന്ന ഈ ആൻസേഴ്സിന് തന്നെ ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതായത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇതിന് ഇന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം അല്ലെങ്കിൽ വേറൊരു ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. There are two electrons in the 3D subshell of an element X. Symbol is not real. X എന്ന മൂലകത്തിന്റെ 3D subshellൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. പ്രതീകം യഥാർത്ഥമല്ല. Write the complete electronic configuration of X. Find out the group X. Xന്റെ പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. Xന്റെ ഗ്രൂപ്പ് കണ്ടെത്തുക. അപ്പോൾ നിങ്ങളോട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ 10th മക്കളോട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ അത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കണം. ഓക്കെ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 3Dയിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 3Dയിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ 4sൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ. അടുത്തതായിട്ട് അപ്പോൾ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. 1s2 2s2 2p6 3s2 3p6 4s2 3d2. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് വരിക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ദി ഗ്രൂപ്പ് ഓഫ് എക്സ്. എക്സിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ നമുക്കറിയാം ഡി ബ്ലോക്കിലുള്ള എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഡി ബ്ലോക്കിൽ വരുന്ന എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടെത്തുക? ലാസ്റ്റ് 2 സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ സമ്മ് കണ്ടാൽ മതി. ഇവിടെ നമുക്ക് ഡിയിൽ 2ഉം അതേപോലെ എസിൽ 2 ആണ്. അപ്പോൾ ടോട്ടൽ ഇസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 4th ഗ്രൂപ്പിലാണ് എക്സ് എന്ന് പറയുന്ന ഈ എലമെന്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഷെൽ നമ്പർ വരിക? 4 അല്ലേ? ഈ ഷെൽ നമ്പർ തന്നെയാണല്ലോ പീരീഡ് നമ്പർ വരിക അല്ലേ? അതായത് ഏറ്റവും ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണ്? 4 ആണ്. ഈ 4 തന്നെയാണ് നമ്മുടെ പീരീഡ് നമ്പർ ആയിട്ടും വരിക. അപ്പോൾ പീരീഡ് നമ്പർ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? ഹയസ്റ്റ് ഷെൽ നമ്പർ നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങളുടെ ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഓർഗാനിക്കിൻ്റെ പോർഷൻ. ഓക്കെ, അപ്പോൾ അതിൽ നെയിമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന്റെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് ഇതിലുള്ളത്? നമുക്ക് നോക്കാം. 1 2 3 4. ഓക്കെ, 1 2 3 4 5. 1 2 3 4. നമുക്കറിയാം മെയിൻ ചെയിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഉണ്ടായിരിക്കണം. ഏത് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കാർബൺ വരുന്നത്? നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാം അല്ലേ? 1 2 3 4 5. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഈ ബ്രാഞ്ചിന് ശാഖയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം. എങ്ങനെ നമ്പർ ചെയ്താലാണ് ചെറിയ നമ്പർ കിട്ടാൻ നോക്കുക. നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്താലും ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്താലും എന്താണ് വരിക? 3 ആണ് വരിക. അപ്പോൾ റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക. നമുക്ക് എഴുതാലോ. 3ാമത്തെ ചെയിനിലാണ് ആരുള്ളത്? മീഥൈൽ ഉള്ളത്. 3ാമത്തെ ചെയിനിലാണ് മീഥൈൽ ഉള്ളത്. മീഥൈൽ. ആൻഡ് ഇതിൻ്റെ കൂടെ ഏതാണ് ലോങ് ചെയിൻ വരുന്നത്? 5 കാർബൺ അടങ്ങിയിട്ടുള്ള ലോങ് ചെയിൻ ആണ്. അപ്പോൾ 5 കാർബൺ ആവുന്ന സമയത്ത് പെൻറ്റെയിൻ എന്ന് വരും. ഓക്കെ, നമ്മളോട് ആദ്യം ചോദിച്ചിരുന്നത് എത്ര കാർബൺ എന്നായിരുന്നു? എത്ര കാർബൺ ആണ്? 5 കാർബൺ ആണ്, പെൻറ്റെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നെയിമിങ് എഴുതുക. ശ്രദ്ധിക്കണം, നെയിമിങ് എഴുതുന്ന സമയത്ത് തെറ്റിപ്പോകാൻ പാടില്ല. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ വെട്ടിച്ചുരുക്കി എഴുതാൻ പാടില്ല. കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞിട്ട് പുതുതായിട്ട് വൃത്തിയിൽ എഴുതാം. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. വിച്ച് ആർ ദി അയോൺസ് പ്രസന്റ് ഇൻ ദി മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏതെല്ലാം ആയിരിക്കടാ? Na+ഉം Cl- അല്ലേ ഉണ്ടാവുക? Na+ഉം Cl- ഉണ്ടാകും. ബി ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി കാത്തോഡ് ഡ്യൂറിംഗ് ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം.
സോഡിയം ക്ലോറൈഡ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണ വേളയിൽ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. നമ്മളോട് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? കാഥോഡിൽ നടക്കുന്നതാണ്. കാഥോഡിൽ എന്താ നടക്കുക? Na പ്ലസ് 1 ഇലക്ട്രോൺ പ്ലസ് 1 ഇലക്ട്രോൺ എന്തായിട്ട് മാറും? Na ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആനോഡിൽ എന്താണ് നടക്കുന്നത് എന്ന് കൂടെ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ആനോഡിൽ എന്താ നടക്കുക? 2 Cl മൈനസ് എന്തായിട്ട് മാറും? Cl2 പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആനോഡിൽ നടക്കുന്നതുമായിട്ടും കാഥോഡിൽ നടക്കുന്നതുമായിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അടുത്ത ചോദ്യമാണ് സജസ്റ്റ് എ മെത്തേഡ് ടു പ്രിപ്പയർ ഹൈഡ്രജൻ ക്ലോറൈഡ് യൂസിങ് sulfuric acid. Write the equation of this chemical reaction. നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് നിർമ്മിക്കണം. ഇതിനായിട്ടൊരു മാർഗം നിർദ്ദേശിക്കാൻ നമുക്കറിയാം, കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഗാഢതയുള്ള H2SO4 ഏതെങ്കിലും ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? HCl കിട്ടും, ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടും. അതായത് കോൺസെൻട്രേറ്റഡ് H2SO4ഉം അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്താൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. NaClഉം H2SO4ഉം കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് HCl കിട്ടണം. അപ്പോൾ ഇവിടെ കിട്ടുക സോഡിയം NaHSO4 പ്ലസ് ബാക്കി എന്ത് കിട്ടും? HCl കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ HClനെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A Zn rod is immersed in copper sulfate solution and kept for some time. What change do you observe on the surface of zinc rod? Zinc ദണ്ഡിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നത്? Why does the blue color of copper sulfate solution fade? CuSO4 ലായനിയുടെ നീല നിറം മങ്ങുന്നതിന് കാരണം എന്താണ്? എന്തായിരിക്കടാ? നമുക്കറിയാം, നമ്മളൊരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് എടുത്തു. ആ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മളൊരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും, ആദേശ രാസപ്രവർത്തനം നടക്കും. സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ്, കോപ്പറിനേക്കാളും ക്രിയാശീലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിങ്ക് എന്ത് ചെയ്യും? കോപ്പറിനെ സൊല്യൂഷനിൽ നിന്ന് തട്ടിമാറ്റി അവിടെ പോയിട്ടിരിക്കും. അപ്പൊ ZnSO4 പ്ലസ് Cu ആയിട്ട് മാറും. അപ്പൊ എന്താണ് നിങ്ങൾക്ക് സിങ്കിന്റെ ഉപരിതലത്തിൽ കാണാൻ പറ്റുക? ഈ കോപ്പർ എന്ത് ചെയ്യും? സൊല്യൂഷനിലുള്ള കോപ്പർ സിങ്കിന്റെ സർഫസിൽ ചെന്നിട്ട് ഡെപ്പോസിറ്റഡ് ആവും, സിങ്കിന്റെ സർഫസിൽ പറ്റിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Why does the blue color of the copper sulfate solution fade? എന്തുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിന്റെ നീല നിറം മങ്ങുന്നതിന് കാരണം? കോപ്പർ സൾഫേറ്റിന്റെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ ബ്ലൂ കളറിന് കാരണമാകുന്നത് Cu2 പ്ലസ് അയോൺസ് ആണ്. അവർ സൊല്യൂഷൻസിൽ നിന്ന് നമ്മുടെ സിങ്ക് റോഡിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ സൊല്യൂഷനിൽ Cu2 പ്ലസ് ഇല്ല. സൊല്യൂഷനിൽ Cu2 പ്ലസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ നീല നിറം മങ്ങിപ്പോകും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ടു എക്സ്ട്രാക്ട് alumina is mixed with cryolite and subjected to electrolysis. അലൂമിനിയയിലേക്ക് ക്രയോലൈറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം ചെയ്താണ് അലൂമിനിയം നിർമ്മിക്കുന്നത്. വൈ ഇസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലൂമിന? എന്തിനാണ് നമ്മൾ ക്രയോലൈറ്റ് അലൂമിനിയയിലേക്ക് ചേർക്കുന്നത്? നമുക്കറിയാം, അലുമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും അതേപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. ക്രയോലൈറ്റ് ഇസ് ആഡഡ് ടു അലൂമിന ടു റെഡ്യൂസ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ. ഈ 2 പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് എഴുതിയിരിക്കണം. മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും അതേപോലെ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും വേണ്ടിയിട്ടാണ്. അലൂമിനയുടെ ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുതചാലകത വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ദ പോസിറ്റീവ് അയോൺ പ്രസന്റ് ഇൻ അലൂമിന? അലൂമിനയുള്ള പോസിറ്റീവ് അയോൺ ഏതാണ്? നമുക്കറിയാം, Al3+ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യമാണ്, Analyze the given chemical equation and answer the following. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? C12H22O11 നമ്മുടെ പഞ്ചസാര ആൻഡ് അത് കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ 12 കാർബണും 11 H2ഉം ഫോം ചെയ്യും. രാസപ്രവർത്തന ഫലമായി ഉണ്ടായ കറുത്ത പദാർത്ഥം ഏതാണ്? വിച്ച് ഇസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഫോംഡ്? ഏതായിരിക്കും ബ്ലാക്ക്? ഇവിടെ കാർബൺ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഏതായിരിക്കും? കാർബൺ ആണ്. നമുക്കറിയാം, കാർബൺ ബ്ലാക്ക് ആണ്. കൽക്കരിയൊക്കെ ബ്ലാക്ക് കളറിലല്ലേ? യെസ്.
Which property of concentrated sulfuric acid is shown here? ഈ രാസപ്രവർത്തനത്തിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് ഗുണമാണ് പ്രകടമാകുന്നത്? ഏതാണ്? നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? ഡീഹൈഡ്രേഷൻ ചെയ്യും അല്ലേ, നിർജ്ജലീകരണം ചെയ്യും. എന്താ ചെയ്യുന്നത്? H2O വാട്ടർ മോളിക്യൂളിനെ അല്ലെങ്കിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും H2O റേഷ്യയിൽ, അതായത് ജലത്തിന്റെ അതേ അനുപാതത്തിൽ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ H2SO4 അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ H2SO4 ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും, നിർജ്ജലീകരണം കാണിക്കും, അതുകൊണ്ട് തന്നെ നിർജ്ജലീകാരിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് ആർ ടു മെത്തേഡ്സ് ഓഫ് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ്. കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ, അതായത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന രണ്ട് പ്രവർത്തനമാണ് കാൽസിനേഷനും റോസ്റ്റിംഗും. ഹൗ ഡസ് റോസ്റ്റിംഗ് ഡിഫർ ഫ്രം കാൽസിനേഷൻ? എന്താണ് റോസ്റ്റിംഗും കാൽസിനേഷനും തമ്മിലുള്ള ഡിഫറൻസ്? എങ്ങനെയാണ് നമ്മൾ പറയാ? നമുക്കറിയാം, റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിലാണ്, അതായത് ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് റോസ്റ്റിംഗ് നടക്കുക. അതേസമയം കാൽസിനേഷൻ ആണെങ്കിലോ ഓക്സിജന്റെ അസാന്നിധ്യത്തിലാണ്, ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിലാണ് കാൽസിനേഷൻ നടക്കുക. അങ്ങനെയാണെങ്കിൽ Cu2SO is converted into Cu2O by dash. ഏത് പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ കോപ്പർ സൾഫൈഡിനെ കോപ്പർ ഓക്സൈഡ് ആക്കി മാറ്റുക? ഈ കോപ്പർ സൾഫൈഡിൽ ഓക്സിജൻ ഇല്ല, അപ്പം നമ്മൾ പുറമേ നിന്ന് ഓക്സിജൻ കൊടുക്കണം. പുറമേ നിന്ന് ഓക്സിജൻ കൊടുക്കുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ്. ഏതാണ് മക്കളെ? റോസ്റ്റിംഗ് ആണ്. ഓർത്ത് വയ്ക്കുക, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യേണ്ട, ഓക്സിജന്റെ പ്രസൻസിൽ നടക്കേണ്ട എല്ലാ റിയാക്ഷൻസും നമ്മൾ റോസ്റ്റിംഗിലാണ്, അതായത് ഓക്സൈഡ് ആക്കി മാറ്റാനുള്ള എല്ലാ റിയാക്ഷൻസും റോസ്റ്റിംഗിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അടുത്ത ചോദ്യം നമ്മുടെ ഓർഗാനിക്കിൽ ഇതാ വീണ്ടും നിങ്ങൾക്ക് നെയിം തന്നിട്ടുണ്ട്, IUPAC നെയിം തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കണം, ഇതിൻ്റെ ഘടനവാക്യങ്ങൾ നമ്മൾ എഴുതേണ്ടതാണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ പെൻറ്റ2ഈനെ എഴുതാം. ഓക്കെ, പെൻറ്റ2ഈനെ എഴുതാം. പെൻറ്റ2ഈൻ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉണ്ടാവുമല്ലോ. 1 2 3 4 5. അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തതിലാണ് ഈനുള്ളത്. 1 2 3 4 5. രണ്ടാമത്തതിൽ ഈൻ എന്ന് പറഞ്ഞാൽ ഏത് ബോണ്ടാണ്? ഡബിൾ ബോണ്ടാണ്. രണ്ടാമത്തതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അത്രയല്ലേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? കാർബണിന്റെ വാലൻസി അനുസരിച്ച് ഫില്ല് ചെയ്യാം. CH CH2 CH3 ഇങ്ങനെയാണ് വരിക. അപ്പോൾ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബ്യൂട്ട് 1 ഈനാണ്. ബ്യൂട്ടാണല്ലോ, അപ്പം 4 കാർബൺ ആണല്ലോ, 4 കാർബൺ വരച്ചു. ആൻഡ് ഒന്നാമത്തതിലാണ് ഈനുള്ളത്, ഒന്നാമത്തിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്, അപ്പോൾ ഡബിൾ ബോണ്ട് ഇവിടെ വരും അല്ലേ. അപ്പം നമുക്ക് ബാക്കി എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം. CH2 CH2 CH3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ കാർബണിനെയും ബാലൻസ് ചെയ്തു. 1 2 3. ഓക്കെ, എല്ലാ കാർബണിന് ചുറ്റും 4 ബോണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 4 ബോണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? അവർ ഓക്കെ ആണ്, നമ്മുടെ ചെയിന് റെഡിയാണ് എന്ന് ഉറപ്പിക്കാം. അടുത്ത ചോദ്യം നോക്കാം. അനലൈസ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിന് ബേസ്ഡ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. വിച്ച് സൊല്യൂഷൻ ഇസ് യൂസ്ഡ് ആസ് ദി ഇലക്ട്രോലൈറ്റ്? ഇവിടെ അയേൺ ബാങ്കിൾ, ഇരുമ്പ് വളയെ കോപ്പർ വെച്ചാണ് നമുക്ക് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യേണ്ടത്, കോപ്പർ വെച്ച് പൂശണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് സൊല്യൂഷനാണ് എടുക്കേണ്ടത്? കോപ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന അതേ സൊല്യൂഷൻ എടുക്കണം, അതേ ഇലക്ട്രോലൈറ്റ് എടുക്കണം. അപ്പോൾ ഏതാണ് നമ്മൾ എടുക്കുക? കോപ്പർ സൾഫേറ്റ് ആണ് എടുക്കുക. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി കാഥോഡ്. കാഥോഡിൽ ഏതാണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാഥോഡിൽ വെച്ച് കോപ്പർ എന്ത് ചെയ്യും? യെസ്, കാഥോഡിൽ വെച്ചിട്ട് കോപ്പർ 2 ഇലക്ട്രോൺസുമായിട്ട് ആൻഡ് കോപ്പർ ആയിട്ട് മാറും. Cu2+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണുമായിട്ട് Cu ആയിട്ട് മാറും. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ കോപ്പർ ആറ്റമായിട്ട് മാറും. കോപ്പർ ആറ്റമായിട്ട് മാറിയിട്ട് വന്ന് ഡെപ്പോസിറ്റഡ് ആവും, അയേൺ ബാങ്കിളിൻ്റെ മേലെയായിട്ട് ഡെപ്പോസിറ്റഡ് ആവും. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. Which of the following statements are correct regarding chemical equilibrium? Chemical equilibrium, രാസസന്തുലനത്തെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? At the equilibrium, both the reactants and products coexist. നമുക്കറിയാം രാസസന്തുലന സമയത്ത് റിയാക്ടൻസും പ്രോഡക്ട്സും എക്സിസ്റ്റ് ചെയ്യും. അതായത്
അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും അവിടെ തന്നെ ഉണ്ടാവും, എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ശരിയാണല്ലോ. അതായത് സന്തുലനാവസ്ഥയിൽ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം. അറ്റ് കെമിക്കൽ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. നമുക്കറിയാം ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആയിരിക്കണം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഈക്വൽ ആയിരിക്കണം. സന്തുലനാവസ്ഥയിൽ പുരോപ്രവർത്തനത്തിന്റെ നിരക്ക് പാശ്ചാത്യ പ്രവർത്തനത്തിന്റെ നിരക്കുമായിട്ട് തുല്യമായിരിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ. അടുത്തത് കെമിക്കൽ ഇക്വിലിബ്രിയം സ്റ്റാറ്റിക് അറ്റ് ദി മോളിക്കുലർ ലെവൽ. തന്മാത്രാ ലെവലിൽ അത് സ്റ്റാറ്റിക് ആയിരിക്കും, നിശ്ചലമായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം നിശ്ചലമല്ല, ഡയനാമിക് ആണ് അല്ലേ? അപ്പോഴും റിയാക്ഷൻസ് നടന്നുകൊണ്ടേയിരിക്കും, ഫോർവേഡും ബാക്ക്വേർഡും നടന്നുകൊണ്ടേയിരിക്കും. അടുത്തത് കെമിക്കൽ ഇക്വിലിബ്രിയം ഇസ് അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ശരിയാണ്, കെമിക്കൽ ഇക്വിലിബ്രിയം ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. സമൃദ്ധ വ്യൂഹങ്ങളിലാണ് രാസസന്തുലനം കൈവരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെയും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യമാണ് C2H4 ആൻഡ് ഇതിൻ്റെ ഗ്യാപ്പിൽ ഒരു A തന്നിട്ടുണ്ട്, C4H8 തന്നിട്ടുണ്ട്. ആർ ദി 3 സക്സസീവ് മെമ്പേഴ്സ് ഓഫ് എ ഹോമോലോഗസ് സീരീസ്. ഒരു ഹോമോലോഗസ് സീരീസിലെ 3 അംഗങ്ങളെ തന്നിട്ടുണ്ട്. ഈ നടുവിലുള്ള A എന്ന സംയുക്തത്തെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് അറിയാം അല്ലേ? എങ്ങനെയാണ് ആൽക്കൈനെയും ആൽക്കൈനെയും കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ CnH2n+2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈൻ കിട്ടും. CnH2n ചെയ്താൽ ആൽക്കീൻ കിട്ടും. CnH2n-2 ചെയ്താൽ ആൽക്കൈൻ കിട്ടും. ഇതിൽ നമ്പർ കൊടുത്തിട്ട് ഇതേ സീരീസിലാണോ, അതായത് കാർബൺ 1, 2, 3 നമ്പർ കൊടുക്കുന്ന സമയത്ത് ഇതേ സീരീസിലാണോ കിട്ടുന്നത് നോക്കുക. ഇത് രണ്ടും ഒരേതാണെങ്കിൽ രണ്ടാമത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? കാർബണിന് 3 കൊടുക്കുക. കാർബണിന് 3 കൊടുത്താൽ നമുക്ക് ഈ സീരീസിൽ അടുത്ത് കിട്ടേണ്ടത് C3H6 ആണ്. ഓക്കെ, അതായിരിക്കും A എന്ന് പറയുന്ന സംയുക്തം. ഇവിടെ തന്നിരിക്കുന്നത് ഈ ഹോമോലോഗസ് സീരീസ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏത് വിഭാഗമായിരിക്കും? ആൽക്കീനാണ്. ഓക്കെ, ആൽക്കീനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന മെറ്റൽസിൽ ഏറ്റവും നന്നായിട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അയേൺ, സിങ്ക്, മെഗ്നീഷ്യം, ലെഡ്. ഏതായിരിക്കടാ? മെഗ്നീഷ്യം ആണ്. ഓക്കെ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ദിസ് മെറ്റൽ ആൻഡ് ഡൈല്യൂട്ട് HCl. നമുക്കറിയാം ഒരു മെറ്റൽ ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മെറ്റൽ ക്ലോറൈഡ് HCl ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. മെഗ്നീഷ്യം അഥവാ HClമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്തുണ്ടാകും? അവിടെ മെഗ്നീഷ്യം ക്ലോറൈഡും അതേപോലെ തന്നെ ഹൈഡ്രജൻ വാതകവും ഉണ്ടാകും. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെയുള്ള പട്ടിക പൂർത്തിയാക്കുക. നമുക്ക് മെറ്റൽ തന്നിട്ടുണ്ട്, ലെഡും കാഡ്മിയും. അതിൻ്റെ ശുദ്ധീകരണ മാർഗം ഏതാണ്? മെത്തേഡ് ഓഫ് റിഫൈനിങ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ആ 2 കാര്യമാണ് നമുക്ക് പറയേണ്ടത്. ലെഡ് എന്ന് പറഞ്ഞാൽ ലിക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലെഡിനെ സെപ്പറേറ്റ് ചെയ്യുക, ലെഡിനെ ശുദ്ധീകരിക്കുക. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉരുക്കി വേർതിരിക്കലാണ്. ഉരുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഏത് ഫാക്ടർ ആയിരിക്കും? മെൽറ്റിംഗ് പോയിന്റ് ആണ്, ദ്രവണാങ്കമാണ്. ലെഡിന് ദ്രവണാങ്കം കുറവാണ്. അടുത്തതായിട്ട് കാഡ്മിയത്തിന് ഡിസ്റ്റിലേഷൻ ആണ് ചെയ്യുന്നത്. സ്വേദനം ചെയ്യണമെങ്കിൽ നമുക്കറിയാം അവിടെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം, അതായത് തിളനിലയായിരിക്കണം. ഇവിടെ നമ്മുടെ കാഡ്മിയത്തിന് ലോ ബോയിലിംഗ് പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ ലോ ബോയിലിംഗ് പോയിന്റ് ആണ്, കുറഞ്ഞ തിളനിലയായിരിക്കും. അപ്പം ഇത്രയും ചോദ്യങ്ങളായിട്ടാണ് മിസ്സിന് വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾ തീർന്നില്ല, ബാക്കി ചോദ്യങ്ങൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും കൃത്യസമയത്ത് നമ്മുടെ ലൈവിൽ എത്തിച്ചേരുക. എല്ലാവിധ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.